ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചെടുത്ത തീരുമാനമാണ്. ശ്രീനിവാസൻ അത് നിഷേധിക്കാറുണ്ട്. ശ്രീനിവാസൻ പറയാറുള്ളത് ഇയാൾക്ക് ലോഹിദാസിനെയും പലരെയൊക്കെ കിട്ടിയപ്പോൾ എന്നെ വിട്ടു പോയെന്നാണ് ശ്രീനി പറയുന്നത്. അത് തമാശയ്ക്ക് പറയുന്നത്. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കുറേ പടങ്ങൾ ചെയ്തപ്പോൾ ഒരിക്കൽ ശ്രീനി പറഞ്ഞു, നമ്മൾ ഒരേപോലെ തന്നെ ചിന്തിക്കുന്നു, ഒരേപോലെ തന്നെയുള്ള സിനിമകൾ വരുന്നു. അപ്പോൾ നമുക്കൊന്ന് മാറിയിട്ട് ഒരു 1-2 കൊല്ലങ്ങൾക്ക് ശേഷം വീണ്ടും ഇരിക്കാമെന്ന് വിചാരിച്ചത് 16 കൊല്ലമായി മാറി. അത്രയേ ഉള്ളൂ. കാര്യം അപ്പോഴേക്കും എനിക്ക് ലോഹിദാസിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ രഘുനാഥ് പലേരി ഉണ്ടായിരുന്നു, രഞ്ജൻ പ്രമോദ് ഉണ്ടായിരുന്നു. ഇവരൊക്കെ നല്ല നല്ല കഥകളും തിരക്കഥകളും എനിക്ക് ചെയ്യാൻ സാധിച്ചു. ശ്രീനിയും വേറെ ഉദയനാണ് താരം പോലത്തെ പടങ്ങളൊക്കെ ശ്രീനി ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ഞാൻ പ്രകാശൻ വന്നപ്പോൾ ഒന്നിച്ച് ചെയ്യാം. പിന്നെ ശ്രീനിയുടെ കൂടെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണമെന്ന് വെച്ചാൽ ഞാനൊന്നും കൂടി ഫ്രഷ് ആകും എപ്പോഴും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ശ്രീനിവാസനായിട്ട് കോൺടാക്ട് ചെയ്യാതിരിക്കുന്നത്. എനിക്കൊന്ന് ചാർജ് ചെയ്യാനാണ്. ഞാൻ ചാർജ് ചെയ്യാൻ ശ്രീനി എന്ന പ്ലഗിൽ കുത്തിവയ്ക്കണം. സത്യനന്ദകാട് ശ്രീനിവാസൻ മോഹൻലാൽ എന്ന് പിന്നീട് അതിനൊരു അവസരം ഉണ്ടായില്ല അല്ലേ? അത് അവസരം ഉണ്ടായിക്കൂടാന്നൊന്നുമില്ല. കാരണം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന പോലെയല്ലോ ജീവിതം. ശ്രീനി ഇപ്പോൾ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെ. പിന്നെ ശ്രീനി ഇപ്പം ഞാൻ ഒരു 1-2 ആഴ്ച കൂടുമ്പോൾ ശ്രീനിവാസനെ പോയി കാണാറുണ്ട്. അപ്പോൾ അതായത് സംസാരിക്കുമ്പോഴുള്ള ഒരു ചെറിയ ആരോഗ്യ പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ സ്വാഭാവികമായിട്ടും ഹെൽത്തിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ പഴയതിനേക്കാളും ബ്രൈറ്റാണ് ബുദ്ധിയും ഓർമ്മയും ഹ്യൂമറും. അപ്പം എൻ്റെ വീട്ടിലേക്ക് കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് എൻ്റെ വീട്ടിലേക്ക് പുള്ളിയും ഭാര്യയും കൂടി ആ വഴിക്ക് പോകുന്ന സമയത്ത് അവിടെ കയറി. അപ്പോൾ അവിടുത്തെ കുറച്ച് നാട്ടുകാർ കാണാൻ വന്നു. ശ്രീനേട്ട എങ്ങനെയുണ്ട് അസുഖമൊക്കെ വളരെ നന്നായി പോകുന്നു. അത് സ്പോണ്ടേനിയസ് ആണ്. അപ്പോൾ ഇത്തരം കമൻറ്റുകൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് ഇപ്പോഴും വരുന്നുണ്ട്. കൈമോശം വന്നിട്ടില്ല. ഇനിയൊരെണ്ണം പ്രതീക്ഷിക്കാം. അതെ, നമുക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഈ ഹൃദയപൂർവ്വം ഷൂട്ട് ചെയ്യുമ്പോൾ മുളന്തുരുത്തിൽ ഒരു ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ദിവസം ലൊക്കേഷനിൽ വന്നു. അപ്പോൾ ലാലും ഞാനും ഒരു വല്ലാത്ത വൈകാരികമായൊരു മൊമെൻ്റായിരുന്നു. കാര്യം ലാല് ഞങ്ങൾ രണ്ടാളും കൂടി ചേർത്തിങ്ങോട്ട് പിടിച്ചു. അപ്പോൾ നമുക്ക് ഒരുപാട് ഓർമ്മകൾ വരിക. ഞങ്ങൾ 3 പേരും കൂടി ചെയ്തിട്ടുള്ള സിനിമകളുടെ എത്ര സിനിമകൾ. ലാലിൻ്റെ കണ്ണ് നിറഞ്ഞു.